2 മുട്ടയും ഒരു പാക്കറ്റ് പാലും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഐസ്ക്രീം നമുക്ക് വീട്ടിലുണ്ടാക്കാം. വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തത്. അപ്പോൾ 2 മുട്ടയും പൊട്ടിച്ചിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയിലാണ് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്, അല്ലാതെ എഗ് ബീറ്റർ ഒന്നും വേണ്ട. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ കോൺഫ്ലോറോ എന്ത് വേണമെങ്കിലും പകരം എടുക്കാം കേട്ടോ. പിന്നെ 1/2 ലിറ്റർ പാലാണ് ചേർക്കുന്നത്, അതായത് ഒരു പാക്കറ്റ് പാലുണ്ടല്ലോ. അപ്പോൾ പാലും കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായി അടിച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെയാണ് നമ്മൾ ബാക്കി പാല് ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മുട്ടയും പാലും ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, മുട്ടൻ്റെ സ്മെല്ല് ഉണ്ടാവൂലേ? മുട്ടൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. മുട്ടൻ്റെ സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ഒഴിച്ചത്. മാത്രമല്ല നമ്മളിത് വേവിച്ചെടുക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കട്ടോ. ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡൊന്നും ചേർക്കുന്നില്ല. നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണിട്ടത്. നമ്മൾ നല്ല റിച്ച് ക്വാളിറ്റിയിലുള്ള ഐസ്ക്രീം ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, കസ്റ്റേർഡ് ഐസ്ക്രീം. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ടുള്ളത് ഉണ്ടാക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ കണ്ടത് നന്നായിട്ട് കുറുകി തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ചൂടായി കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി എടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ട നല്ല തിളച്ച് വന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ല പോലെ തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നേ വേണം. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ തിക്കാവും. കണ്ടില്ലേ, നല്ല കട്ട പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുണ്ടല്ലോ മിക്സിയുടെ ജാറിലേക്ക് മാറ്റണം കേട്ടോ. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ മിക്സിയുടെ ജാറുണ്ടല്ലോ അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഐസ്ക്രീമിന് ഫ്ലേവർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഞാനിപ്പോൾ ഇവിടെ സ്ട്രോബെറി എസൻസ് എടുത്തിട്ടുണ്ട്. അതൊരു 4 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു കളറും കിട്ടും, മാത്രമല്ല സ്ട്രോബെറിൻ്റെ ഒരു ഫ്ലേവറും ഉണ്ടാവും. പിന്നെ എൻ്റെ കയ്യിൽ സ്ട്രോബെറിൻ്റെ ക്രഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുള്ളതുകൊണ്ട് അതും ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഇപ്പോൾ സ്ട്രോബെറി ഐസ്ക്രീമാണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പ് 1/2 കപ്പിൻ്റെ അടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു പുളിപ്പും കിട്ടും. സ്ട്രോബെറിക്ക് ഒരു പുളിപ്പും ഉണ്ടാവുമല്ലോ അല്ലേ. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ കണ്ടോ, ഞാനിത് പതഞ്ഞ് വരുന്നത് വരെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഐസ്ക്രീം മിക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലേവറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ സ്ട്രോബെറി ഉള്ളതുകൊണ്ടാണ് ഞാൻ സ്ട്രോബെറി ആഡ് ചെയ്തത്. മാംഗോയോ വാനില എന്താണ് ഇഷ്ടമുള്ളത് വെച്ചാൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഐസ്ക്രീം മിക്സ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് റാപ്പോ സിൽവർ ഫോയിൽ പേപ്പറോ വെച്ച് കവർ ചെയ്താലും മതി, കുഴപ്പമില്ല. അപ്പോൾ ഇതിപ്പോൾ പ്ലാസ്റ്റിക് റാപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, കാരണം ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറാണ്. ഇനി നമ്മളിതുണ്ടല്ലോ ഫ്രീസറിലാണ് കേട്ടോ സൂക്ഷിക്കേണ്ടത്. ഓവർനൈറ്റ് സൂക്ഷിക്കണം. ഇപ്പം നല്ല ചൂടല്ലേ, അപ്പോൾ അതുകൊണ്ട് ഓവർനൈറ്റ് വെച്ചാൽ മാത്രമേ ഐസ്ക്രീം സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാൻ ഓവർനൈറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഐസ്ക്രീം എടുക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം സെറ്റായിട്ടുണ്ടോയെന്ന്. ഒന്ന് സ്കൂപ്പ് ചെയ്ത് നോക്കാം കേട്ടോ. വാവ്, അടിപൊളി കണ്ടോ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ എന്താണെങ്കിലും ഓവർനൈറ്റ് വെക്കണം, എന്നാലേ കിട്ടുള്ളൂ. അല്ലാതെ ഐസ്ക്രീം വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുക്കാൻ നോക്കിയാലൊന്നും സെറ്റാവില്ല. അപ്പോൾ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് ചിലവ് കുറഞ്ഞ ഐസ്ക്രീമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല റിച്ച് ക്വാളിറ്റിയിലുള്ള ഐസ്ക്രീം നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്ട്രോബെറി ക്രഷ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഐസ്ക്രീം ഉണ്ടാക്കുക. പിന്നെ നല്ല റിച്ച് ക്വാളിറ്റിയിലുള്ള ഐസ്ക്രീമാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, കാരണം നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതാണല്ലോ. പക്ഷെ എന്നാലും മുട്ടയും പാലും വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ബെസ്റ്റ് ക്വാളിറ്റി ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യം തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.